ആസിഫ് അലി നായകനായിട്ട് വന്ന പുതിയ ചിത്രം സാമൂഹിക പ്രാധാന്യമുള്ളൊരു വിഷയം സംസാരിക്കുന്ന സിനിമ കൂടിയാണ് ആഭ്യന്തര കുറ്റവാളി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹിക പ്രാധാന്യമുള്ളൊരു വിഷയം സംസാരിക്കുന്ന സിനിമ എന്ന നിലയ്ക്ക് തന്നെ ഇതൊരു വർത്ത് വാച്ച് മൂവിയാണ്. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് പറയുമ്പോഴും ഇതൊരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി ഈ പറഞ്ഞ മെസ്സേജാണ് ഈ സിനിമയുടെ മെയിൻ ബേസ്. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങളിലൊന്നെന്ന് പറയുന്നത് ഇതിലെ പെർഫോമൻസ് ആണ്. അതിൽ തന്നെ ആസിഫ് അലിയുടെ പെർഫോമൻസ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഞാൻ ത്രൂ ഔട്ട് സിനിമയല്ല പറയുന്നത്, സിനിമയിലെ കുറച്ച് മൊമെൻറ്റ്സ് ഉണ്ട്. സിനിമയിൽ ആസിഫ് അലി കരയുന്ന ഒരു രംഗമുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു മൊമെൻറ്റ്, ലൈഫിൽ കടന്നുപോയ സിറ്റുവേഷൻസൊക്കെ മുഖത്ത് കാണുന്ന ഒരു രംഗമുണ്ട്. ക്യാമറ കുറച്ച് നേരം പുള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ നടന്നു പോകുന്ന ഷോട്ടിൽ അതിങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ക്യാപ്ചർ ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ആസിഫ് അലി ശരിക്കും അത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഥാപാത്രം അനുഭവിച്ച പെയിൻ നമുക്ക് ആ മുഖത്ത് നിന്ന് അറിയാൻ പറ്റും. അയാളുടെ പേടി നമുക്ക് ആ എക്സ്പ്രഷനിൽ കാണാൻ പറ്റും. പിന്നെ ക്ലൈമാക്സിൽ ആസിഫ് അലിയുടെ ഒരു ചിരിയുണ്ട്. അത് ആ ക്യാരക്ടറിന് വന്നിട്ടുള്ള ഒരു ഹാപ്പിനെസ് ആണ്. ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യുമോ, അയാളുടെ ഉള്ളിലുള്ള സന്തോഷം എന്താണെന്ന് പുറത്തു വരുമോ, അത് കൃത്യമായിട്ട് ആസിഫ് അലി കാണിച്ചിട്ടുണ്ട്. മറ്റുള്ളവരും ഇതിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നായികയാണെങ്കിൽ നന്നായിട്ട് ആ ഒരു റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജഗദീഷ്, വിജയകുമാർ, അവരുടെയൊക്കെ വക്കീൽ കഥാപാത്രം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് റിയലിസ്റ്റിക്കലി ഒരു വക്കീലിനെ കാണുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. വക്കീൽ ഓഫീസ് കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു വക്കീൽ ഓഫീസ് കാണുന്ന ഒരു ഫീല് കിട്ടും. അങ്ങനെ ഓവറോൾ അവരത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രസമായിട്ടാണ്. ഇത് പറയുമ്പോൾ തന്നെ കോർട്ട് സീൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അത്യാവശ്യം റിയലിസ്റ്റിക് ആയിട്ടുള്ള കോർട്ട് രംഗങ്ങളാണ് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റുന്നത്. ഈ സിനിമയിൽ നായക കഥാപാത്രം, എസ്പെഷ്യലി നായക കഥാപാത്രം കുറച്ചധികം സംസാരിക്കുന്നുണ്ട് കോർട്ടിൽ. അത് റിയലിസ്റ്റിക്കലി പോസിബിൾ ആണോ എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. അത് ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം പലർക്കും അവരുടെ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോർട്ട് രംഗങ്ങൾ ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. എസ്പെഷ്യലി കപ്പിൾസിൻ്റെ കാര്യത്തിൽ സിദ്ധാർത്ഥും ഇതിൽ കിട്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് റോളുണ്ട്. പക്ഷെ അദ്ദേഹം അത് വളരെ ഭംഗിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് അതും വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഹരിശ്രീ അശോകൻ ചേട്ടൻ ഒരു അപാര ക്യാരക്ടറാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. ശരിക്കും നമുക്ക് കണ്ടു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടവും, കഴിക്കാനിരിക്കുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് പോകുന്നൊരു രംഗമൊക്കെ ഉണ്ട്. അത് അദ്ദേഹം മനോഹരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിൻ്റെ ഒരു അവതരണത്തിലൊക്കെ ആണെങ്കിലും എനിക്ക് കുറേ ഇടങ്ങളിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരായിരുന്നു എന്ന് തോന്നി, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കായിരുന്നു എന്ന് തോന്നി. സിനിമ പറയുന്ന മെസ്സേജിനാണ് അവർ കൂടുതൽ ഫോക്കസ് കൊടുത്തത്. ആ ഒരു ഇമ്പോർട്ടൻസ് മറ്റു കാര്യങ്ങൾക്കും കൂടി കൊടുക്കായിരുന്നു എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. ഉദാഹരണത്തിന് ഇതിലെ തമാശകൾ മിക്കതും വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ ഇടങ്ങളിൽ മാത്രമാണ് എനിക്ക് കുറച്ചെങ്കിലും ചിരി വന്നത്. അതുപോലെ തന്നെ ചില കഥാപാത്രങ്ങളാണെങ്കിലും ചില സിറ്റുവേഷൻസ് ആണെങ്കിലും വളരെയധികം ക്ലീഷയാണ്, കുറേയൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പേഴ്സണലി എനിക്ക് ഈ സിനിമ കൂടുതലായിട്ട് ഇങ്ങനെ മെസ്സേജ് നൽകുന്നത് പോലെ അല്ലെങ്കിൽ ഉപദേശിക്കുന്നത് പോലെയൊക്കെ തോന്നി. എൻ്റെ ഒരു ഒപ്പീനിയനിൽ അത്രയധികം മെസ്സേജ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് പറയുക അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഉപദേശം പോലെ തന്നുകൊണ്ടിരിക്കുക, അതൊക്കെ സിനിമ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ മെസ്സേജ് കൺവേ ആവില്ല എന്നെനിക്കൊരു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ അവർ ഡയറക്റ്റ് അവരുടെ ഒരു ഒപ്പീനിയൻ പറയുന്നത് പോലെയാണ് കാണുന്നവർക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ ഈ സിനിമ ഒരു ഡിബേറ്റിനൊക്കെ ഒരു കാരണമായേക്കും. മറിച്ച് പ്രേക്ഷകന് തിങ്ക് ചെയ്യാനായിട്ടും കൂടി നിങ്ങൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം, എന്തെങ്കിലും ഒന്ന് ബാക്കി വെക്കണം. അങ്ങനെ ബാക്കി വെക്കുമ്പോഴാണ് പ്രേക്ഷകൻ തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അയാൾ ചിന്തിക്കുകയും മറ്റുള്ളവരായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും തുടങ്ങുന്നത്. അപ്പോഴാണ് ആ സിനിമയ്ക്ക് കറക്റ്റായിട്ട് ആ ഒരു മെസ്സേജ് ഡെലിവർ ചെയ്യാനും അതിലൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സിനിമ തുടങ്ങുമ്പോൾ ഒരു മെസ്സേജ് പറയുമല്ലോ, മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരമെന്ന്. അപ്പോൾ അതുപോലെ ഒരു മെസ്സേജ് മാത്രമായിട്ട് പോകും. കാരണം ഇതൊക്കെ പറയുന്ന സിനിമകളിലും നല്ലപോലെ മദ്യപിക്കുന്ന ആൾക്കാരുണ്ട്, പുകവലിക്കുന്നവരുണ്ട്. ഇതിനെയൊക്കെ ഒരു പ്രോത്സാഹിപ്പിക്കുന്നത് പോലെയാണ്. കൂടുതൽ പ്രേക്ഷകനെ ചിന്തിക്കാൻ എന്തെങ്കിലും നൽകാമായിരുന്നു എന്നെനിക്ക് തോന്നി. ഇതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് അങ്ങനെയാണ് സിനിമകൾ കാണുമ്പോൾ ഫീൽ ചെയ്യാറുള്ളത്. പിന്നെ നമ്മുടെ നായകൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ, അയാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ തീർച്ചയായിട്ടും കുറേ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ സ്ത്രീകളെ സംരക്ഷിക്കാനായിട്ട് ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഈ നിയമങ്ങളും സംവിധാനങ്ങളും കുറേയൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി ഇത് യൂസ് ചെയ്യുന്നത് ആണുങ്ങൾക്കെതിരെയാണ്, അല്ലെങ്കിൽ ഇതിൽ അഫക്റ്റഡ് ആവുന്നത് ആണുങ്ങളാണ്. ആ ഒരു കാര്യത്തെയാണ് ഈ സിനിമ എടുത്തു കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കൂടുതൽ ആണുങ്ങളുടെ പക്ഷത്തു നിന്ന് തന്നെയാണ് കാര്യങ്ങളെ അവതരിപ്പിച്ചത് എന്നെനിക്ക് ശരിക്കും തോന്നി. കാരണം ഇതിലെ മറ്റു കഥാപാത്രങ്ങളാണെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആണുങ്ങൾ തന്നെയാണ്. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ കൂടുതൽ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് പറയുന്ന സിനിമ പോലെ തന്നെ പുരുഷൻ്റെ കാര്യം പറയുമ്പോൾ പുരുഷൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ പറയുന്ന ഒരു സിനിമ പോലെയാണ് ഇതെനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ വരുമ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു ഡിബേറ്റിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. പക്ഷേ ഇങ്ങനൊരു സിനിമ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാരിനി സംസാരിക്കാൻ തുടങ്ങും.
അങ്ങനെ ഒരു സംസാരം ചിലപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ എനിക്കിതിൻ്റെ മ്യൂസിക് ആൻഡ് സൗണ്ട് ഇഫക്ട്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇതിൻ്റെ എഡിറ്റിംഗ്, ട്രാൻസിഷൻ അതൊക്കെ ഗംഭീരമായിരുന്നു. ആ ഒരു മ്യൂസിക്, ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് ഇഫക്ട്സും ഈ ഒരു സംഭവങ്ങളെല്ലാം ട്രാൻസിഷനെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ആ മൂവിയുടെ ആ ഒരു ഫ്ലോ നമുക്ക് നല്ല രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ തിയേറ്ററിലിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഥയിൽ ചില കാര്യങ്ങളിൽ അവർ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കത് കുറേ കൂടി എൻജോയ് ചെയ്യാൻ പറ്റിയാണ്. കാരണം ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമ ലെവലിൽ കോടികൾ നേടാനുള്ളൊരു സിനിമയല്ല. എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇവർ ഉദ്ദേശിക്കുന്നത് തന്നെ ആ ഒരു മെസ്സേജ് കൺവേയിങ് മാത്രമാണ്. അപ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ സിനിമ കണ്ടിട്ട് ആൾക്കാർ ഗ്രൂപ്പ് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യും, തല്ലുപിടിക്കുന്നതിന് പകരം എല്ലാവർക്കും ചിന്തിക്കാനുള്ളൊരു സ്പേസ്, ഒരു സംഭവം ഈ സിനിമ ഇടേണ്ടതായിരുന്നു. പക്ഷെ അത് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ പോയിന്റ് വെച്ചിട്ട് ഇതിങ്ങനെയാണ്, നിങ്ങളിങ്ങനെ ചിന്തിക്കാവുന്നൊന്നും ഞാൻ പറയില്ല. മേ ബി ഇത് കൂടുതലും വർക്കൗട്ട് ആവുക ചിലപ്പോൾ അവർ ഡയറക്റ്റ് മെസ്സേജ് പറയുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും കമൻറ്റിൽ പറയാൻ കേട്ടോ, നിങ്ങളുടെ ഒരു രീതി എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് ഇത്തരത്തിൽ മെസ്സേജ് കൺവേ ചെയ്യുന്ന സിനിമകൾ കാണുന്നതെന്ന്. ഈ സിനിമ നമ്മൾ കാണേണ്ടത് തന്നെയാണ്. നാളെ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് സംസാരങ്ങളുണ്ടാവും, ചർച്ചകളുണ്ടാവും. ഞാൻ ഈ പറഞ്ഞതുപോലെ ഡിബേറ്റുകളും ഉണ്ടാവും. പലരും ചിലപ്പോൾ റീൽസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് ഈ സിനിമയിൽ അവർ കാണിച്ചിട്ടുള്ളത്. പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ സിനിമ കാണുക. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. നമുക്ക് തീർച്ചയായിട്ടും ഒരു ഹെൽത്തി ഡിസ്കഷൻ ഇതിന് നടത്തുകയും ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.